ഫ്രണ്ട്സ്, ഇരുമ്പിനെ തങ്കമാക്കി മാറ്റുന്ന കിഴങ്ങ്. ഈ കിഴങ്ങിൻ്റെ ഒരു ഷേപ്പ് പോലെ തന്നെയാണ് ഇതിൻ്റെ പേര്. ഈ കിഴങ്ങിൻ്റെ പേര് ആട്ടുംകാൽ കിഴങ്ങെന്നാണ്. ഒരുപാട് ഔഷധ ഗുണമുള്ള ഈ ഒരു കിഴങ്ങ് ഞാൻ പരിചയപ്പെട്ടത് ഈ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വടകര ടൗൺ ഹാളിൽ സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച ഹരിതാമൃതം 25 എന്ന പരിപാടിയിൽ നിന്ന്. ഈ പരിപാടിയിൽ നമുക്ക് ഒരുപാട് ഔഷധ ഗുണമുള്ള ചെടികളൊക്കെ നമുക്ക് പരിചയപ്പെടാനും വാങ്ങാനും ഒക്കെ സാധിക്കുന്ന സ്റ്റാളുകളൊക്കെ അവരിവിടെ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കണ്ട ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങളടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതിൻ്റെ വൈദ്യരുടെ തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് ആട്ടുകാൽ കിഴങ്ങ് എന്നറിയപ്പെടുന്ന സാധനമാണ്. ഇത് തണുപ്പ് കൂടിയ പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. മറ്റ് സസ്യത്തിൻ്റെ നീര് കാര്യങ്ങളൊക്കെ വലിച്ചെടുത്ത് ജീവിക്കുന്ന ഒരു സസ്യം തന്നെയാണിത്. ഇത്തൽക്കണ്ണി വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഇതിനെ ഇരുമ്പിനെ തങ്കമാക്കാൻ കഴിവുണ്ടെന്നാണ് വാമൊഴിയായിട്ട് പറയാറ്. ഇതിൻ്റെ ഏറ്റവും ഈ ആട്ടിൻ്റെ കാലിൻ്റെ സമാനമായ രൂപമായതുകൊണ്ട് ഇതിനെ ആട്ടുംകാൽ കിഴങ്ങ് എന്നറിയപ്പെടുന്നത്. പന്നൽ പടന്ന എന്ന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. തൊടിയമ്പാളി കിഴങ്ങ് അങ്ങനെ പല നാമത്തിൽ അറിയപ്പെടുന്നുണ്ട്. യുവത്വം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു കഴിവുണ്ട് ഇതിനുണ്ട്. പണ്ട് കായകൽപ്പ ചികിത്സകളിൽ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു മൂലികയായിരുന്നു ഇത് എന്ന് പറയപ്പെടുന്നത്. തണുപ്പ് കൂടിയ പ്രദേശങ്ങൾ ഇടുക്കി അതുപോലെ കൊടൈക്കനാൽ ഈ ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും ഇപ്പോൾ ഇത് കാണുന്നത്. അത് കൃഷി ചെയ്യുന്ന ആളുകളും ഉണ്ട് ഇത്. പിന്നെ നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലും വളരെ ചുരുക്കം സ്ഥലങ്ങളിലൊക്കെ ഇത് കണ്ടുവരുന്നുണ്ട്. പ്ലാവ്, മാവ് എന്നിവയുടെയൊക്കെ മുകളിൽ പറ്റി പിടിച്ച് കാണാം ഒരു സസ്യമായിട്ട്. അതെ, മരത്തിൻ്റെ മുകളിൽ ഒരു ഇത്തിൾ ചെടി പോലെ പറ്റി പിടിച്ചിട്ട് ആ സസ്യത്തിൻ്റെ എല്ലാ നീരും വലിച്ചു ചുറ്റിയെടുത്തിട്ട് ജീവിക്കുന്നൊരു സസ്യമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം പാരസൈറ്റ്. അപ്പോൾ ഇതിന് ഒരുപാട് പ്രത്യേകതകൾ പറയുന്നുണ്ട്. കാരണം യുവത്വം തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നത്. നാഡീനരമ്പുകൾ ഉത്തേജിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മളെ മുട്ടുകാലിൻ്റെ തേയ്മാനത്തിന് ഫ്ലൂയിഡ് കുറവിനൊക്കെ അത് റീഫില്ലാവാൻ വേണ്ടിയിട്ടൊക്കെ പലതരം മരുന്നുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് സൂപ്പ് വെച്ചിട്ടാണ് കഴിക്കാറ് സാധാരണ. ഏറ്റവും ഗുണം കിട്ടൽ സൂപ്പ് വെച്ച് കഴിച്ചാൽ സൂപ്പ് വെച്ചിട്ട് കഴിക്കും. അതിന് ബദലായിട്ട് ചില ആളുകൾ സാമ്പാറിലൊക്കെ വെട്ടി കഷ്ണമാക്കിയിട്ട് ചേർക്കും. തണുപ്പ് കൂടിയ സ്ഥലങ്ങളിലാണ് ഇത് ഉണ്ടാവുക. കൃഷിയായിട്ട് കേരളത്തിലില്ല, പക്ഷേ ഇടുക്കി ഭാഗങ്ങളിലൊക്കെ കൂടുതൽ ലഭിക്കുന്നുണ്ട്. അവർ വിൽപ്പനക്ക് വെക്കുന്നുണ്ട്. അതെ. ഇതിൻ്റെ മൂല്യം അറിയുന്നവർക്ക് നല്ല വിലയുള്ള സാധനമാണ്. അതല്ലാതെ പൊതുവേ ഇത് കണ്ടു കഴിഞ്ഞാൽ പല ആളുകളും മുറിച്ച് ഒഴിവാക്കിയിട്ട് കത്തിച്ച് ഒഴിവാക്കുന്നൊക്കെ ഉണ്ട് ഇപ്പം. കാരണം ഇത് അറിയാവുന്നവർക്ക് ഇത് ഇരുമ്പിനെ തങ്കമാക്കി മാറ്റുന്നതാണ് ഇതൊരു വാമൊഴിയിൽ വൈദ്യന്മാർ പറയാറ്. കഴിവുള്ള അത്രയും മൂലകൾ 38ഓളം മൂലകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ശാസ്ത്രീയപരമായിട്ട് തെളിയിച്ചിട്ടുണ്ടെന്നാണ് പറയും. സൂപ്പായിട്ടും കഴിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ സാമ്പാറിൽ ഉപയോഗിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ കിഴങ്ങായിട്ട് ചെറിയ പീസാക്കിയിട്ടിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. രസം വെക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ചെയ്യുന്നവരുണ്ട്. ഇത് കുറച്ച് നേരം വെള്ളത്തിൽ പുതിർത്തിയിട്ട് കഴിഞ്ഞാൽ ഒരേ പെട്ടെന്ന് തോലും ഉരിഞ്ഞു പോകും. മെയിനായിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുവത്വം തിരിച്ചുകൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ രോഗങ്ങളൊക്കെ ശാന്തി ലഭിക്കുക എന്നുള്ളതിന് അതിന് കാര്യമായിട്ട് പറയുന്നത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഡിയിൽ മാക്സിമം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് കളയുന്ന പ്രത്യേകത മൂത്രമൊഴിച്ച് പോകുന്നാണ് പറയുന്നത് സൂപ്പ് കഴിച്ച് കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇത് സെയിലുണ്ടോ? അല്ല, ഇതിനായിട്ട് സെയിലില്ല. നമ്മളിതിൻ്റെ ഗുണങ്ങൾ പഠിച്ചതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ചികിത്സൻ്റെ ഭാഗമായിട്ട് ഞാൻ ലൈംഗിക രോഗങ്ങൾക്കൊക്കെ ചികിത്സ നടത്തുന്നുണ്ട്. സർജാസ് എന്നാണ് എൻ്റെ പേര്. സർജാസ് വൈദ്യർ എന്ന് പറഞ്ഞാൽ അറിയും. ഇവിടെ സമുദ്രയിലും ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് പന്നിയങ്ങര മാങ്കാവ് സ്ഥലങ്ങളുണ്ട്. ഏത് സമുദ്രയിലും ഇല്ല. നമ്മളിത് ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് ലൈംഗിക ചികിത്സേൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അന്വേഷിച്ച് ചെന്നപ്പോൾ ഇങ്ങനെ ഒരു ഗുണമുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ ഗുരുക്കന്മാർ പറഞ്ഞത് പ്രകാരം ഇത് അന്വേഷിച്ച് പോയപ്പോൾ അതിൻ്റെ മറ്റു ഗുണങ്ങൾ അതിന് ശേഷമാണ് പഠിക്കുന്നത്. സൂപ്പ് നിങ്ങളിവിടെ കൊടുക്കുന്നുണ്ടല്ലോ? അതെ, സൂപ്പ് ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടത്, ഏതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് സൂപ്പായിട്ട് വെച്ച് കൊണ്ടുവന്നത്, ബിസിനസ്സായിട്ടല്ല. സൂപ്പ് ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ്, കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ന് കുടിച്ചാൽ തന്നെ ഏകദേശം അതിൻ്റെ റിസൾട്ട് രാവിലെ ആകുമ്പോഴത്തേനും അറിയുന്ന പറയും. കാരണം ഇത് നമ്മൾ ഈ മഞ്ഞ് കാലാവസ്ഥ ആയതുകൊണ്ട് നീർക്കെട്ട് കാര്യങ്ങൾക്കുള്ള മരുന്ന് കൂടി അതിൽ ചുക്കും കുരുമുളകും നെയ്യൊക്കെ ആഡ് ചെയ്തിട്ടാണ് സൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കഴിക്കാൻ പറ്റിയ രീതിയിൽ അലർജി രോഗങ്ങൾക്കും കൂടി
ഗുണം ചെയ്യുന്ന രീതിയിലാണ് സൂപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് അതേ രീതിയിൽ തന്നെ കഴിക്കണമെന്നില്ല, ഇതിൻ്റെ സത്ത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേർന്നാൽ മതി എന്നാണ് പറയുന്നത്. ഈ ഗുണങ്ങളൊക്കെ ലഭ്യമാകുന്നു. ഇപ്പോൾ പല ആൾക്കാരും ഇവിടുന്ന് ഭക്ഷണം ഇത് കഴിച്ചു പോയവർ പലരും ഇത് തിരഞ്ഞു വരുന്നുണ്ട് വീണ്ടും. ഒരു പ്രശ്നമില്ല. വൈദ്യുതി ഈ സംഗതി നമുക്ക് വാങ്ങണമെങ്കിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മൾ ആരെങ്കിലും കൊടൈക്കനാൽ ഭാഗത്തോ അല്ലെങ്കിൽ ഇടുക്കി ഭാഗത്തോ പോകുന്നവരുണ്ടെങ്കിൽ അവർ നേരിട്ട് വാങ്ങുന്നതാണ് ഉത്തമം. കുറഞ്ഞ വിലക്ക് അവിടെ നിന്ന് ലഭിക്കും. കാരണം നമ്മൾ ഇവിടുന്ന് പോയി അത് കളക്ട് ചെയ്യുമ്പോഴുള്ള ട്രാവൽ എക്സ്പെൻസ് ആണ് കൂടുതൽ വരുന്നത്. ഇനി ആർക്കെങ്കിലും ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി സംഘടിപ്പിച്ച് കൊടുക്കുന്നതാണ്. കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സംഘടിപ്പിച്ച് കൊടുക്കും. നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ പാരമ്പര്യമായിട്ട് കുറച്ച് ചികിത്സകൾ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. പൈൽസ്, ഫിസ്റ്റുല, അർഷസ്, അതുപോലെ തന്നെ ലൈംഗിക രോഗങ്ങൾ, മുട്ടുകാൽ വേദന, അതുപോലെ വിട്ടുമാറാത്ത മുട്ടുകാൽ വേദന, പ്രായമായവരിൽ കാണപ്പെടുന്ന മുട്ടുകാൽ വേദനകൾക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി കൊടുക്കും. 9895280248. നമ്മൾ കോഴിക്കോടാണ് ഹെഡ് ഓഫീസ് ഉള്ളത്. സർജാസ്. സുഹ്റാബി വൈദ്യർ ഉമ്മയാണ്, അതുപോലെ ഷമീർ വൈദ്യരുണ്ട്, ഉപ്പയാണ്. 35 വർഷമായിട്ട് ഉപ്പ ഈ ഫീൽഡിലുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ലൈക്കും കമൻറ്റും രേഖപ്പെടുത്താൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.